എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇന്ന് വീഡിയോ ചെയ്ത് മടുത്തു എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. എവിടെ നോക്കിയാലും പീഡനങ്ങളും രാഷ്ട്രീയവും എന്ന് വേണ്ട കഷ്ടപ്പാടുകളും കണ്ടും കേട്ടും മടുത്ത് കേട്ടോ. ശരിക്കും നമ്മൾ കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് വ്യൂസ് കുറയും. എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ, അതായത് ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുന്ന വാർത്തകളൊക്കെ വരുമ്പോൾ എനിക്ക് വ്യൂസ് വളരെ കുറവാണ്. പക്ഷേ എന്നാലും ഞാനത് നോക്കാറില്ല. എനിക്കിഷ്ടമുള്ള ന്യൂസുകളൊക്കെ എടുത്ത് ഞാൻ വീഡിയോയിലിടും. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കത് കേൾക്കാൻ ഇഷ്ടമുള്ളത് എന്നുള്ള കാര്യമല്ല പറയുന്നത്. അതായത് സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് മറ്റുള്ളവരെ അറിയിക്കുക എന്നതാണ് എൻ്റെ ധർമ്മം. പക്ഷെ പലരും പത്രവാർത്തകളൊക്കെ എടുത്തിടുമ്പോൾ കേൾക്കാൻ വലിയ താല്പര്യം കാണിക്കാറില്ല. അതേസമയം നമ്മുടെ ഷാജിയുടെയൊക്കെ പരദൂഷണമാണെങ്കിൽ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴുമൊക്കെ എൻ്റെ റീച്ചിന് വേണ്ടിയിട്ടും ഞാൻ പരദൂഷണം എടുക്കാറുണ്ട്. പക്ഷേ നമ്മളങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് പരദൂഷണം മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ. സമൂഹത്തിന് നന്മയുണ്ടാകുന്ന ചില കാര്യങ്ങളും കൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. പിന്നെ ചില മെസ്സേജുകളും എത്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഒരു മെസ്സേജായിട്ട് എടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിയെ യുവാവ് കൊണ്ടുകിടന്ന് അതിനെ പീഡിപ്പിച്ചു. അത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുത്തു. ഒടുവിൽ ആ ഒരു വീഡിയോ എടുത്ത് ആ ഒരു ദൃശ്യങ്ങൾ എടുത്തിട്ട് ആ പെൺകുട്ടിയുടെ സഹോദരനും അച്ഛനും ഈ പറയുന്ന പൊന്നുമോൻ അയച്ചു കൊടുത്തു. അവനെ പോലീസ് കൊണ്ടുപോയി ഇടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു വാർത്തയായിരുന്നു നേരത്തെ ഇട്ടത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു വാർത്ത വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം കേട്ട വാർത്തയുണ്ടല്ലോ, എൻ്റെ പൊന്നോ, ശരിക്കും ഹൃദയത്തിന് മുറിവേൽക്കുന്ന തരത്തിൽ നല്ല വേദന തോന്നുന്ന കണക്കുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ, വേലി തന്നെ വിളവ് തിന്നുക എന്നൊരു പ്രയോഗം കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ലേ നിങ്ങളൊക്കെ? വേലി തന്നെ വിളവ് തിന്നുക എന്നുള്ളത് അതിവിടെ സംഭവിച്ചു. അതായത് 13 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ സ്വന്തം അച്ഛൻ റേപ്പ് ചെയ്തു. ഇതിനു മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ലജ്ജാവഹമാണ് കേട്ടോ, ലജ്ജാവഹം. എന്നിട്ട് ആ അച്ഛന് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി കൊടുത്ത ശിക്ഷ എന്താണെന്ന് കേൾക്കാം. ഞാനത് നേരിട്ട് കേൾപ്പിച്ചു തരാം. ആ ഒരു വാർത്തയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. കണ്ണൂർ തളിപ്പറമ്പിൽ 13-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ അച്ഛന് മരണം വരെ തടവ് ശിക്ഷ. പ്രത്യേക പോക്സോ കോടതിയുടേതാണ് വിധി. 15 ലക്ഷം രൂപ പിഴയും കൊടുക്കണം. പ്രതി ജാമ്യത്തിലിറങ്ങി മുങ്ങിയതിനാൽ വിധി പറയുന്നത് വൈകുകയായിരുന്നു. ഈ മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി അങ്ങോട്ട് പോകുന്നുള്ളൂ. എന്തായാലും എന്തുണ്ടാക്കാനാണ് അയാളെ മരണം വരെ ഇട്ട് തീറ്റി പോറ്റുന്നത് ഈ സർക്കാർ? മനസ്സിലാവുന്നില്ല. എന്ത് ഉണ്ടാക്കാനാണ് ഇയാളെ മരണം വരെ തീറ്റി പോറ്റാനായിട്ട് ജയിലിൽ കൊണ്ടുവന്ന് തള്ളുന്നത്? ഒരാൾക്കുള്ള ഫുഡ് കുറഞ്ഞിരിക്കില്ലേ? ഈ നാറിയ നായിൻ്റെ മോനെയൊക്കെ കൊണ്ടുവന്ന്, എൻ്റെ സഹോദരങ്ങൾ ക്ഷമിക്കണം കേട്ടോ, എനിക്കിങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അമ്മാതിരിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഇങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു തീർത്തേ പറ്റൂ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ നായിൻ്റെ മോന്മാരെയൊക്കെ കൊണ്ടുവന്ന് ജയിലിലിട്ട് ഭക്ഷണം കൊടുക്കേണ്ട കാര്യം എന്താണ്? ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഭക്ഷണമെങ്കിലും കുറഞ്ഞിരിക്കില്ലേ? ഈ നാറിയ നായിൻ്റെ മോന്മാരെയൊക്കെ തൂക്കിക്കൊല്ലുകയല്ലേ ചെയ്യേണ്ടത്? ഒന്ന് ഓർത്ത് നോക്കുക. അത് തന്നെയല്ലേ ചെയ്യേണ്ടത്? സ്വന്തം പെൺകുഞ്ഞിനെ, അതും 13 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ, അവൾക്ക് എന്തായിരിക്കും ആ സമൂഹത്തോട് തോന്നുന്നത്? ആ കുഞ്ഞിന് ഡിപ്രഷൻ വരെ ആവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല സംഭവം, ആ ഒരു കുട്ടിക്ക് അച്ഛനെന്ന് പറയുന്ന ആളോട് മാത്രമല്ല, പുരുഷനെന്ന് പറയുന്ന വർഗത്തോട് പോലും പേടിയുണ്ടാവും, അറപ്പുണ്ടാവും ആ കുട്ടിക്ക്. ഭാവിയിൽ അതിൻ്റെ ലൈഫ് ആസ്വദിക്കാൻ പോലും പറ്റാത്തത്ര പേടിയാവും അതിന്, ആണുങ്ങളെ അത്രയ്ക്ക് വെറുപ്പുണ്ടാവും അതിന്. എന്താണ് നമ്മുടെ ശിക്ഷാവിധികൾ ഇങ്ങനെ ആയി പോകുന്നത്? ശരിക്കും നമ്മുടെ ന്യായാധിപരൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? സ്വന്തം അച്ഛനാൽ പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഗർഭിണികളാകുന്നു.
ഈ കാലന്മാരെയൊക്കെ വധശിക്ഷ കൊടുക്കുകയല്ലാണ്ട് ഇവനെയൊക്കെ എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ജയിലിലിട്ട് ഇങ്ങനെ ചാപ്പാട് കൊടുത്തിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. ബാക്കി കൂടി കേൾക്കാം. ക്രൂരപീഡനത്തിന് ശിക്ഷ മരണം വരെ തടവ്. തളിപ്പറമ്പ് സ്റ്റേഷൻ പരിധിയിലെ 13-കാരി 2019 മുതൽ സ്വന്തം പിതാവിൽ നിന്ന് പീഡനത്തിന് ഇരയായി. കുട്ടി അവൻ്റെ മരണം വരെ അവന് തടവ് ശിക്ഷയെന്ന് പറഞ്ഞാൽ മരണം വരെ അവന് ഞണ്ണാനുള്ളതും കൊടുത്ത് അവന് ജയിലിലിട്ടിരിക്കണം. ഇതാണോ കൊടുക്കേണ്ട ശിക്ഷ? ഇതാണോ കൊടുക്കേണ്ട ശിക്ഷ? ഇങ്ങനെയുള്ളവന്മാർക്ക് കൊടുക്കേണ്ടത് മരണശിക്ഷ മാത്രമാണ്. അങ്ങനെ വേണം കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്താൽ മാത്രമേ ബാക്കിയുള്ള അവന്മാർക്കും ഇങ്ങനെയുള്ള കൃത്യങ്ങൾ ചെയ്യാനുള്ള പേടി തോന്നത്തുള്ളൂ. എന്നാൽ മാത്രമേ പേടി തോന്നത്തുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നടന്നൊരു സംഭവം, 19 വയസ്സാണെന്ന് തോന്നുന്നു ഉള്ള ഒരു പയ്യനെ, ഒരു യുവാവ്, ആ പയ്യൻ സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചു, സ്വന്തം സഹോദരിയെ റേപ്പ് ചെയ്തു. ആ 19 വയസ്സുകാരന് കൊടുത്ത ശിക്ഷ അവൻ്റെ മരണം വരെ ജയിലിൽ കിടക്കുക എന്നുള്ളൊരു ശിക്ഷയാണ് അവന് കൊടുത്തത്. അത് നമുക്ക് തെറ്റ് തന്നെയാണ് അവൻ ചെയ്തത്. മാപ്പർഹിക്കാത്ത തെറ്റ്, മരണശിക്ഷ കൊടുക്കേണ്ട തെറ്റ് തന്നെയാണ്. പക്ഷേ അവൻ്റെ പ്രായം വെറും 19 വയസ്സായതുകൊണ്ടും ഇന്ന് സോഷ്യൽ മീഡിയ കുഞ്ഞുങ്ങളെ ഭരിക്കുന്നത് കൊണ്ടും അവർ ഫോണിലൂടെ ഓരോന്നും കണ്ട് അതിന് അഡിക്റ്റായി മാറിയിരിക്കുന്നു. അതിനൊപ്പം കുറച്ച് കള്ളോ കഞ്ചാവോ മയക്കുമരുന്നോ കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാം മറന്നു പോകുന്നു. അവിടെ മുന്നിൽ നിൽക്കുന്നത് അമ്മയാണോ എന്ന് അവർക്കറിയില്ല, സഹോദരിയാണോ എന്ന് അവർക്കറിയില്ല. അങ്ങനെ ചെയ്തു പോയ തെറ്റ്, അത് തെറ്റ് തന്നെയാണ്. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഒരിക്കലും ആ ഒരു തെറ്റിനെ തിരുത്താൻ വേണ്ടിയിട്ട് സ്വന്തം കൂടപ്പിറപ്പിനെ ഭാര്യയാക്കാൻ ഒരിക്കലും പറ്റില്ല, അവനെ ഭർത്താവാക്കാൻ അവൾക്കും പറ്റില്ല. അപ്പോൾ ആ ഒരു തെറ്റ് തന്നെയാണ്. ആ ഒരു തെറ്റിൻ്റെ പേരിൽ അവന് എന്താണ്, അവൻ്റെ മരണം വരെ അവൻ ജയിലിൽ കിടക്കുക എന്നുള്ളൊരു ശിക്ഷയാണ് കോടതി കൊടുത്തത്. അതവൻ്റെ പ്രായത്തിൻ്റെ പക്വതക്കുറവെന്നെങ്കിലും പറയാമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ മൊബൈലും കള്ളും കഞ്ചാവും ഒക്കെ അവരെ ഭരിച്ചത് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയാമായിരുന്നു. അത്തരത്തിലൊരു ശിക്ഷ ഒരു 19കാരന് കൊടുക്കാമെങ്കിൽ സ്വന്തം അച്ഛന് മകളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച 2019 തൊട്ട് ക്രൂരമായിട്ട് പീഡിപ്പിച്ച ഈ അച്ഛനെന്ന് പറയുന്ന പട്ടിയേക്കാൾ കഷ്ടത്തിലുള്ള ഇവന് വധശിക്ഷ കൊടുക്കണമായിരുന്നു. അങ്ങനെ വേണമായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി മാതൃകയാകേണ്ടിയിരുന്നത്. വധശിക്ഷ തന്നെ കൊടുക്കണമായിരുന്നു. എന്തുണ്ടാക്കാനാണ്? ഒരു കുഞ്ഞിൻ്റെ പിതാവിന് സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാൻ പാടില്ലത്. 13 വയസ്സുള്ള കുഞ്ഞിൻ്റെ എന്ത് കാണുമ്പോഴാണ് അയാൾക്ക് അത്തരത്തിലുള്ള ഒരു വൃത്തികേട് ചെയ്യാൻ തോന്നുന്നത്? അതൊരു തരം മനോവൈകല്യമാണെങ്കിലും മനോരോഗം എന്ന രീതിയിൽ പറയരുത്. മനോരോഗികൾ ഇതിനേക്കാളും എന്താണ്, അവർക്ക് എത്ര ബോധമില്ലെങ്കിലും മനോരോഗത്തിന് അടിമയായിട്ടുള്ളവർക്ക് സ്വന്തം അമ്മയും അച്ഛനെയും സഹോദരങ്ങളെയും കണ്ടാൽ തിരിച്ച് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും അവരിങ്ങനെ ചെയ്യില്ല ഒരിക്കലും. ഇതൊന്നും മനോവൈകല്യമല്ല. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിലെ ശിക്ഷാവിധികൾ പോയ പോക്കാണിതൊക്കെ. അതുകൊണ്ട് ശിക്ഷയെ എന്ത് ശിക്ഷ വന്നാലും ആർക്കും പേടിയില്ല. എല്ലാവരും ചിന്തിക്കും ലോക്കപ്പിൽ കിടക്കുന്ന സമയത്ത് 2 ഇടി കിട്ടുമായിരിക്കും, അത് കഴിയുമ്പോഴത്തേക്ക് കുറേ നാൾ ജയിലിൽ കിടക്കാം. തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് എന്താണ്, തിരിച്ചിറങ്ങി വരുമ്പോൾ അവിടെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്നതിൻ്റെ പൈസയും കയ്യിൽ കിട്ടും. കേമായില്ലേ? ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതിനൊക്കെ മറുപടി എങ്ങനെ പറയാതിരിക്കും? എത്ര പറയണ്ടെന്ന് വിചാരിച്ചാലും ശരിക്കുണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ അയാളെ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ ഇടിച്ച് പിഴിഞ്ഞ് മിക്സിയിൽ ജ്യൂസിട്ട് ഒറ്റ വലിക്ക് കുടിക്കുവനെ. അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ, അതും 13 വയസ്സ് പ്രായമുള്ളൊരു പെൺകുഞ്ഞിനെ ഇവനെങ്ങനെ മനസ്സ് തോന്നി? ഇവൻ്റെ കുഞ്ഞിനെ കാണിക്കാൻ ഇവനെങ്ങനെ തോന്നി? എനിക്കതാണ് മനസ്സിലാവാത്തത്. അത് പൊടിക്കുഞ്ഞിനെ കാണിക്കാൻ ഇവനെങ്ങനെ തോന്നി? ബാക്കി കൂടി കേൾക്കാം. പോയിരുന്നു. പിന്നീട് ഇയാളെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്തു. വിചാരണ പൂർത്തിയായി കഴിഞ്ഞ ജൂലൈയിൽ വിധി പറയേണ്ട കേസായിരുന്നു. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി കടന്നു കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഇയാൾ നാട്ടിലെത്തിയെന്ന വിവരം കിട്ടിയ പോലീസ് പിടികൂടുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ അവിടെ തന്നെ സംഭവിച്ചത് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി കടന്നു കളഞ്ഞെന്ന്. സ്വന്തം മകളെ 16 വയസ്സ് പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ട് ജയിലിൽ എത്തുന്ന ഈ കാലനെ എന്തിന് ജാമ്യം കൊടുത്ത്? ഇവനൊക്കെ ജാമ്യം നിഷേധിക്കണം. ഇവനൊക്കെ മരണശിക്ഷ കൊടുക്കണം. അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഒരിക്കലും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ പെൺകുട്ടികൾ സേഫ് അല്ല.
പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒരിക്കലും സുരക്ഷിതരല്ല. കാരണം നമ്മുടെ നിയമം തന്നെയാണ്. രാജ്യത്തെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയോടാണ്. നമ്മുടെ രാജ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ആക്കാനായിട്ടിരിക്കുന്ന അങ്ങ് ഇതൊന്നും കാണുന്നില്ലേ? ഇതൊന്നും അറിയുന്നില്ലേ? നമ്മുടെ രാജ്യം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെയും അമിത്ഷാ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയും കയ്യിൽ സുരക്ഷിതമാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം കേൾക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഓരോരുത്തരുടെയും, ആരുടെയും പേര് പ്രത്യേകിച്ച് പറയുന്നില്ല, നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾ, നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെയുള്ള മറ്റ് ബഹുമാന്യരായ ആളുകൾ, ഗവർണർ, നിങ്ങളുടെയൊക്കെ ഇടയിലും നിങ്ങളൊക്കെ ഭരിക്കുന്ന ഈ ഒരു രാജ്യത്ത് ജനങ്ങൾ സുരക്ഷിതരല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ജനങ്ങളാൽ തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെയൊക്കെ. കോടതിയല്ല പറയുന്നത്. നിങ്ങൾക്ക് ഈ രാജ്യത്തെ പൗരന്മാരുടെ പേരിൽ ഒരു തരത്തിലുള്ള ഇതുമില്ലേ? ഒരു ഉത്തരവാദിത്വമില്ലേ നിങ്ങൾക്ക്? വീടുകളിൽ പെൺകുട്ടികൾ സുരക്ഷിതരല്ല. വാതിലടച്ചിട്ട് പാരൻസ് പുറത്തു പോയാലും വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് അവരെ ഉപദ്രവിക്കുന്ന കാലമാണിത്. സ്വന്തം കുട്ടികളെ, ഇന്നത്തെ കാലത്ത് 13 വയസ്സുള്ളൊരു പെൺകുഞ്ഞിനെ സ്വന്തം അച്ഛൻ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ അമ്മമാർക്ക് അച്ഛൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് പോകാൻ പറ്റും? എങ്ങനെ പറ്റും? വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. 2 വകുപ്പുകളിൽ മരണം വരെ തടവും 1 വകുപ്പിൽ 47 വർഷം തടവും 15 ലക്ഷം പിഴയും കോടതി വിധിച്ചു. ജഡ്ജ് ആർ രാജേഷിന്റേതാണ് വിധി. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ബഹുമാനപ്പെട്ട കോടതിയെ വിമർശിക്കുന്നത് ശരിയല്ല, തെറ്റാണെന്നറിയാം. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നു. 45 വർഷമല്ല, 50 വർഷമല്ല, 100 വർഷം അവന് തടവ് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ മരിക്കുന്നത് വരെ അവൻ തടവ് ശിക്ഷ അനുഭവിച്ചാലും, ഈ മരിക്കുന്നത് വരെ എന്തിനാണ് അവനെ ജീവിക്കാൻ അനുവദിക്കുന്നത്? എന്നെങ്കിലും ഒരു കാലത്ത് അവന് രോഗം വന്നിട്ടോ, അതല്ലെങ്കിൽ അവൻ അവിടെ കിടന്നിട്ട് അവൻ്റെ ആയുസ് ഒടുങ്ങുന്ന സമയത്തോ, അവൻ ചത്ത് പുഴുത്ത് മരിച്ച് മലർച്ച് പോകുന്നത് വരെ അവനെ എന്തിന് ജീവിക്കാൻ വിടുന്നത്? ഇത്തരക്കാരെയൊക്കെ വധശിക്ഷ കൊടുത്തു വേണ്ടേ മാതൃക കാണിക്കേണ്ടത്? ഇങ്ങനെ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം വീണ്ടും വീണ്ടും എന്ത് തെറ്റ് ചെയ്യാനും ആളുകൾക്ക് ഒരു മടിയില്ലാതാവുകയാണ്. വീണ്ടും വീണ്ടും കുറ്റവാളികൾ പെരുകുകയാണ് ചെയ്യുന്നത്. അതിന് കോടതിയായിട്ട് എന്തിന് നിന്ന് കൊടുക്കുന്നത്? 15 ലക്ഷം രൂപ പിഴ കൊടുക്കണമെന്ന് പോലും. കോടതിയിൽ ഒരു ചുരപ്പും ഇല്ലാതെ കിടക്കുന്ന ഒരുത്തൻ എവിടെ നിന്ന് എടുത്തിട്ട് 15 ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത്. അവനെ അറസ്റ്റ് ചെയ്തു. 13 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാൻ പാടില്ലാത്ത അവനെ അറസ്റ്റ് ചെയ്തു, കോടതിയിലിട്ടു. ഓക്കെ, അവൻ മരണം വരെ അവൻ അവിടെ തന്നെ കിടക്കട്ടെ എന്നൊരു ഇതും വച്ചു. അവൻ 15 ലക്ഷം രൂപ പിഴ അവൻ്റെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ഡൗൺ ഭാഗത്തുള്ളത് 15 ലക്ഷം രൂപയല്ലല്ലോ വലിച്ചു പൊട്ടിച്ച് കൊടുക്കാനായിട്ട്. 15 ലക്ഷം രൂപ കൊടുക്കണമെന്ന് അവൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാണ് 15 ലക്ഷം രൂപ തടവ് അനുഭവിക്കുന്നവൻ? അല്ലെങ്കിൽ തന്നെ അവൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാണ്? ആർക്ക് കൊടുക്കാനാണ്? സ്വന്തം മകളുടെ ശരീരത്തിൽ അധികാരം സ്ഥാപിച്ചതിൻ്റെ കൂലിയാണോ ഈ 15 ലക്ഷം രൂപ ആ പെൺകുട്ടിക്ക് കൊടുക്കേണ്ടത്? നമിച്ചിരിക്കുന്നു. ഇവനെയൊക്കെ എന്തിന് തീറ്റിപ്പോറ്റണം? ഇവനെ പോലുള്ളവരെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ പുണ്യം കിട്ടും. പെൺകുട്ടികൾ ജീവിക്കും സ്വസ്ഥമായിട്ട്. ഇങ്ങനെ കുറേ എണ്ണം ഇല്ലാണ്ടാവുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കുറേ എണ്ണത്തിനെങ്കിലും പേടി തോന്നും. നമ്മൾ ഇത്തരത്തിലുള്ള കുറ്റങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ശിക്ഷ നമ്മളെ തേടി വരുന്നുള്ളൊരു ഭയം ഉണ്ടാവും. ഇത് സ്വന്തം അച്ഛന് മകളെ പീഡിപ്പിച്ചിട്ട് പോലും ജീവിതാവസാനം വരെ ചാവുന്നതുവരെ ജയിലിൽ കിടക്കാം. അവനവിടെയുള്ള ഫുഡും തട്ടിക്കൊണ്ട് ജോലിയും ചെയ്ത് അവിടെ കിടക്കാം. വല്ലപ്പോഴും ഒരു അടിയൊക്കെ കിട്ടുമായിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ മുല്ലപ്പെരിയാർ അങ്ങനെ പൊട്ടിക്കഴിയുകയാണെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് തീർന്നോളും. എന്തല്ലേ
ശരിക്കും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്ന നമ്മൾക്ക് ഇതുപോലെയൊക്കെയുള്ള വിധികളൊക്കെ കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കേണ്ടി വരികയാണ്. കഷ്ടം.